വർഷം 1989. പുതുതായി ചുമതലയേറ്റ കൊങ്കൺ പ്രദേശവാസിയായ കേന്ദ്ര റെയിൽവേ മന്ത്രി തന്റെ എഞ്ചിനീയറോട് ഒരാവശ്യം മുന്നോട്ട് വെക്കുന്നു. കാടും മലയും പുഴയും കടന്ന് കൊങ്കണിലൂടെ മുംബൈയിലേക്ക് വലിയൊരു റെയിൽ പാത നിർമ്മിക്കണം. 10-25 വർഷം കൊണ്ടല്ല, 5-6 വർഷം കൊണ്ട്. ഒരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. താൻ മുന്നോട്ട് വെച്ച പദ്ധതി ബ്രിട്ടീഷുകാർ പോലും ഉപേക്ഷിച്ചതാണ്. പക്ഷേ നമുക്കത് പൂർത്തിയാക്കണം. കർണാടക, ഗോവ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളെ വരിഞ്ഞു മുറിച്ചുകൊണ്ട് കടന്നു പോകേണ്ട ഈ പാത നിർമ്മിക്കേണ്ടത് താങ്കളുടെ ഉത്തരവാദിത്തമാണെന്നുമുള്ള അന്ത്യശാസനവും മന്ത്രി ആ എഞ്ചിനീയർക്ക് നൽകി. നമ്മൾ പറഞ്ഞു വരുന്നത് രാജ്യത്തിന്റെ എക്കാലത്തെയും എഞ്ചിനീയറിംഗ് വിസ്മയമെന്ന് വിശേഷിപ്പിക്കുന്ന കൊങ്കൺ റെയിൽവേ പാതയെക്കുറിച്ചാണ്. കൂടിക്കാഴ്ച നടത്തിയതാവട്ടെ അന്നത്തെ കേന്ദ്ര റെയിൽവേ മന്ത്രി ജോർജ് ഫെർണാണ്ടസും മലയാളികളുടെ അഭിമാനമായ മെട്രോമാൻ ഇ ശ്രീധരനും തമ്മിൽ. കാസർഗോഡ് മുതൽ മഹാരാഷ്ട്രയുടെ തെക്ക് പടിഞ്ഞാറൻ ജില്ലകൾ വരെ നീണ്ടുകിടക്കുന്ന പ്രദേശത്തെ പ്രധാന ഭാഷ കൊങ്കിണിയാണ്. അതാണ് ആ നാടിനെ കൊങ്കൺ മേഖല എന്ന് വിളിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1894 തന്നെ ഈ പാതയ്ക്കായുള്ള ആവശ്യം ഉയർന്നിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ റെയിൽവേ ഏറ്റെടുത്ത ഏറ്റവും വലുതും ശ്രമകരമായ പദ്ധതിയുമാണ് കൊങ്കൺ റെയിൽവേ. കാടും മലയും പാറക്കെട്ടുകളും കടന്ന് പാതയ്ക്ക് വേണ്ടി അലൈൻമെന്റ് നടത്തുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. എന്നാൽ ഈ ദൗത്യം പൂർത്തിയാക്കാൻ ഏറ്റവും അധികം സഹായിച്ചത് ഒരു ബൈക്കാണ്. അതെ, 90s യൂത്തന്മാരുടെ വേഗരാജാവ് കാവാസാക്കി ബൈക്കുകൾ. മോഡിഫൈ ചെയ്ത 400ഓളം കാവാസാക്കി ബൈക്കുകളും യുവ എഞ്ചിനീയർമാരും ഈ ദൗത്യം വിചാരിച്ചതിലും നേരത്തെ പൂർത്തിയാക്കി. 760 കിലോമീറ്റർ പാത, 179 വമ്പൻ പാലങ്ങൾ, 1819 ചെറിയ പാലങ്ങൾ, 82 കിലോമീറ്റർ വരുന്ന 92 തുരങ്കങ്ങൾ, 53 സ്റ്റേഷനുകൾ. ഇതാണ് എഞ്ചിനീയറിംഗ് മാർവൽ കൊങ്കൺ റെയിൽവേ. ന്യൂഡൽഹിയും മുംബൈയും ഉൾപ്പെടെ മഹാനഗരങ്ങളിൽ ജീവിതവും സ്വപ്നവും പച്ചപിടിപ്പിക്കുന്നതിൽ മലയാളികൾക്ക് എന്നും ഒരു കൈത്താങ്ങാണ് കൊങ്കൺ. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ റെയിൽവേ യാത്രകളിലൊന്നാണ് കൊങ്കൺ നമുക്ക് സമ്മാനിക്കുന്നത്. മഹാരാഷ്ട്രയിലെ റോഹ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച് മംഗലാപുരത്തിനടുത്തുള്ള തോക്കൂർ സ്റ്റേഷൻ വരെ നീണ്ടുകിടക്കുന്ന കൊങ്കൺ റെയിൽവേ രാജ്യത്തിന് സമർപ്പിച്ചത് 1998 അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. രാപ്പകലില്ലാത്ത അധ്വാനത്തിന്റെയും ഉദ്യോഗസ്ഥരുടെ സമാനതകളില്ലാത്ത ഒരുമയുടെയും ഈ ശ്രീധരന്റെ ഇച്ഛാശക്തിയോടെയുള്ള നേതൃത്വവും കൊങ്കൺ റെയിൽവേ പാത എന്ന മനുഷ്യ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കിയതിൽ വഹിച്ച പങ്ക് നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കാത്തതാണ്. കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ.